ഈ പർണശാലയിൽ പ്രകൃതി അതിൻ്റെ എല്ലാ ആത്മഭാവവും ചൂടി നിൽക്കുന്നുണ്ട്. കുന്നിൻ മുകളിൽ പൂമരങ്ങൾ ഓരോ പുലരിയിലും ഹിമകണങ്ങൾ പതിഞ്ഞ ഇരുളലിഞ്ഞ് പൊഴിഞ്ഞു കിടക്കുന്ന പാൻമരപ്പൂവുകൾ. നിലാവുറങ്ങാത്ത രാത്രികളിൽ ഈ കാൻകായിൽ നിന്ന് നോക്കിയാൽ നക്ഷത്രങ്ങൾ പൂത്ത ആകാശം, രാത്രി പൂക്കുന്ന റൈഹാൻ പൂവുകളുടെ സുഗന്ധം കാറ്റിലലിയുമ്പോൾ എൻ്റെ ഹൃദയ സിത്താറിൻ്റെ കമ്പികളിൽ ശുക്രിൻ്റെ ഗസലുകൾ മുഴങ്ങുകയാണ്. കാലമരങ്ങളിൽ നിന്ന് ദിനരാത്രങ്ങളുടെ ഇല കൊഴിയുമ്പോൾ വസന്തവും ഹേമന്തവും ഗ്രീഷ്മവും ശിശിരവും എത്രയോ തവണ വിരുന്നു വന്നു പടിയിറങ്ങിപ്പോയിരിക്കുന്നു. ഇതിനിടയിലും ഞാൻ ജീവിച്ചിരുന്നു എന്നത് എത്ര അത്ഭുതകരമാണ്. വേദനയും കണ്ണീരും തീർത്ത എൻ്റെ ജീവിത നൗകയിൽ ഞാൻ ഏകനായിരുന്നു. ആൾക്കൂട്ടങ്ങളിൽ തനിയെ ഇരമ്പുന്ന കടൽക്കാറ്റും തിരമാലകളുടെ അലർച്ചകളും പേടിപ്പെടുത്തുന്ന ചിന്തകളും. പങ്കായം നഷ്ടപ്പെട്ട ഈ ഏകാന്ത നാവികൻ്റെ ഹൃദയവിലാപം ആരും കേട്ടിരുന്നില്ല. എല്ലാം മറക്കാനുള്ള ശക്തിയായിരുന്നു പിന്നെ പ്രാർത്ഥന മുഴുവൻ. സന്ധ്യാസ്മൃതി തേടി ഗനനബിഡമായ ആഴങ്ങളിലേക്ക് ആണ്ടുപോയിരുന്നു എൻ്റെ മനസ്സ്. ഇതളുലഞ്ഞു പോയ ഒരു വാൻമരപ്പൂവ് പോലെ ജീവൻ പൊഴിയും മുമ്പേ നനുത്തൊരു കുളിർക്കരം തന്നെ തഴുകാനെത്തുമെന്ന് ഹൃദയത്തിലിരുന്ന് ആരോ പറഞ്ഞത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. ഇവിടത്തെ പ്രഭാതങ്ങൾ, സായാഹ്നങ്ങൾ, രാത്രികൾ എല്ലാം ശാന്തിയുടെ അമൃത വചസ്സുകളായി എൻ്റെ തപിക്കുന്ന മനസ്സിൽ കുളിരുള്ള തുഷാര ബിന്ദുക്കളായി ഇപ്പോൾ പെയ്തിറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 സന്ദർഭങ്ങളിൽ ഇബ്ലീസ് തലയിൽ മണ്ണ് വാരിയിട്ട് അലറിക്കരഞ്ഞിരുന്നു. 1, അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയപ്പോൾ. 2, അവനെ മാലാഖമാരുടെ ലോകത്ത് നിന്ന് നിഷ്കാസിതമാക്കിയപ്പോൾ. 3, ആരംഭ നബിക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ. 4, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ. കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ശരീരം ഏതൊരുവൻ്റെ കയ്യിലാണോ അവനാണ് സത്യം. ഫാത്തിഹയ്ക്ക് തുല്യമായി തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആൻ ബാക്കി ഭാഗങ്ങളിലോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഇത് പറയുകയാണ്, ആകാശത്തിൽ ഇതിനു മുമ്പൊരിക്കലും തുറക്കപ്പെട്ടിട്ടില്ലാത്തൊരു വാതിൽ ഇന്നെനിക്ക് തുറക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ ഒരു മലക്കിറങ്ങിയിട്ടുണ്ട്. ആ മലക്ക് ഇതിനു മുമ്പ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആ മലക്ക് എന്നോട് പറഞ്ഞു, തങ്ങൾക്ക് മുമ്പ് ആർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത 2 പ്രകാശം കൊണ്ടുള്ള സന്തോഷം ഏറ്റെടുത്തു കൊള്ളുക. അതിലൊന്ന് ഫാത്തിഹയാണ്, മറ്റൊന്ന് അൽ ബഹറയിലെ അവസാനത്തെ ആയത്തുകളാണ്. കൂട്ടുകാരെ, ഫാത്തിഹ പ്രകാശമാണ്. ഇരുളടഞ്ഞ ഹൃദയത്തിൻ്റെ നിലങ്ങളിൽ അത് ജലാലിയത്തിൻ്റെ പ്രഭചൊരിയും. ആത്മരാഗങ്ങൾക്ക് ശമന വസന്തമാകും. ദുനിയാവും ആഖിറവും ചേർത്ത് പിടിച്ചു തരും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു എല്ലാം അറിയുന്നവനാണെങ്കിലും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന ചോദ്യം മലക്കുകളോട് ചോദിക്കും. അപ്പോൾ മലക്കുകൾ പറയും, നാഥ, നിന്റെ അടിമകളായ നിന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകളുടെ സമീപത്തു നിന്നാണ്. അവർ നിനക്ക് തക്ബീറും തസ്ബീഹും തഹ്ലീലും ചെയ്യുകയായിരുന്നു. അവർ എന്നെ കണ്ടിട്ടുണ്ടോ മലക്കുകളെ? ഇല്ല നാഥ, അവർ നിന്നെ കണ്ടിട്ടില്ല. മലക്കുകളെ, അവർ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എന്തു സ്ഥിതിയായിരിക്കും? അവർ നിന്നെ കണ്ടിരുന്നെങ്കിൽ വളരെ കൂടുതൽ ഇബാദത്തിൽ മുഴുകുകയും ഇതിനേക്കാൾ കൂടുതൽ നിന്നെ സ്തുതികീർത്തിങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമായിരുന്നു. അവർ എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നാഥ, അവർ നിന്നോട് സ്വർഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ എൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകളെ? ഇല്ല നാഥ, അവർ നിൻ്റെ സ്വർഗം കണ്ടിട്ടില്ല. മലക്കുകളെ, അവർ എൻ്റെ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു? നാഥ, അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതിനേക്കാൾ കൂടുതലായി സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാകുകയും അതിനെ അധികമായി തേടുകയും ചെയ്യുമായിരുന്നു. മലക്കുകളെ, അവർ എന്നിൽ നിന്ന് എന്താണ് അഭയം തേടുന്നത്? നാഥ, അവർ നരകത്തെ തൊട്ടാണ് നിന്നോട് അഭയം തേടുന്നത്. മലക്കുകളെ, അവർ എൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല നാഥ, അവർ നിൻ്റെ നരകം കണ്ടിട്ടില്ല. മലക്കുകളെ, അവർ എൻ്റെ നരകം കണ്ടിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ? നാഥ, അവർ നിൻ്റെ നരകം എങ്ങാനും കണ്ടിരുന്നുവെങ്കിലും അവർ അതിൽ നിന്ന് ഓടിയകലുന്നതാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു പറയും, ശരി മലക്കുകളെ, ആ മജ്ലിസിലുള്ളവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തതായി നിങ്ങളെ ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ആ സംഘത്തിലെ ചില മലക്കുകൾ പറയും, അള്ളാഹുവേ,
അതിൽ ചില മനുഷ്യർ അവർ ഏതോ ആവശ്യത്തിന് വേണ്ടിയാണ് ആ മജ്‌ലിസിൽ വന്നത്. ആ മജ്‌ലിസിൽ അവർ പങ്കാളിയായിരുന്നില്ല. അപ്പോൾ അള്ളാഹു പറയും, ആ സംഘം അനുഗ്രഹീത സംഘമാണ്, അവരുടെ അടുക്കൽ ഇരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ആയതിനാൽ അവരുടെ പാപം കൂടി ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. ഉസ്താദ് കരഞ്ഞു തുടങ്ങിയിരുന്നു. നിശബ്ദമായ നിമിഷങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. സദസ്സ് മുഴുവൻ ഒരു വിങ്ങൽ ഏറ്റുവാങ്ങി. ഇടയിൽ എപ്പോഴോ ഇടറിയ ശബ്ദത്തിൽ ഉസ്താദ് പറഞ്ഞു, കൂട്ടുകാരെ, ഇത് അള്ളാഹുവിൻ്റെ നിറഞ്ഞ കരുണയാണ്. മറ്റൊരാവശ്യത്തിന് വേണ്ടി ദിക്റിൻ്റെ മജ്‌ലിസിലിരിക്കുന്നവനും പാപമോചനം അത്രയും കാരുണ്യവും ആർദ്രതയുമുള്ളവനാണ് പടച്ച തമ്പുരാൻ. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാബിരീൻ.